ഹലോ മച്ചമാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ വന്നേക്കുന്ന TVS Raider 125 Smart X കണക്റ്റഡ് വിശേഷങ്ങളുമായിട്ടാണ്. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് മച്ച് ഓഫ് ടൈം, ലെറ്റ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമുക്ക് എല്ലാ വീഡിയോയിലെ പോലെ വണ്ടിയുടെ ഫ്രണ്ട് വ്യൂ തന്നെ തുടങ്ങാം. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ TVSന്റെ ഒരു ഗ്ലോസി ഫിനിഷിലുള്ള ബാഡ്ജിങ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നമ്പർ പ്ലേറ്റ് കാണാൻ പറ്റുന്നത്, ഹാലോജൻ ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ യൂണിറ്റ്സ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. 200 കണ്ടിട്ടുള്ള അതേ മറന്നുള്ള രീതിയിലുള്ള ഇൻഡിക്കേറ്റേഴ്സ് ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ റൈഡറിന്റെ ഒരു ബാഡ്ജിങ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് C ഷേപ്പിലുള്ള 2 DRSും അതിൻ്റെ അകത്ത് 3 ചേമ്പർ ആയിട്ടുള്ള നമ്മുടെ ഹെഡ്ലാമ്പ് യൂണിറ്റ്സും കാണാൻ പറ്റുന്നത്. ഡിമ്മും ബ്രൈറ്റും 3 ചേമ്പർ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ഫ്രണ്ടിലത്തെ സസ്പെൻഷൻ സൈഡിലേക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ടെലിസ്കോപ്പിക് സസ്പെൻഷൻ ആണ് ഫ്രണ്ടിൽ കൊടുത്തേക്കുന്നത്. പിന്നെ ഫ്രണ്ടിലത്തെ ഫെൻഡർ ആണെങ്കിലും അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള ഫൈബർ പാർട്സ് തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഫ്രണ്ടിലത്തെ ഡിസ്ബ്രേക്കിന്റെ കാര്യങ്ങൾ 240 mm ഡിസ്ബ്രേക്കാണ്, ABS കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ ടയറിന്റെ സൈഡിലേക്കുള്ള 80, 100, 17 TVSന്റെ തന്നെ ട്യൂബ്ലെസ് ടയർസ് ആണ് ഫ്രണ്ടിൽ കൊടുത്തേക്കുന്നത്. വണ്ടിയുടെ ടാങ്ക് കപ്പാസിറ്റിയിലേക്ക് കിടക്കുന്ന ഒരു 10 ലിറ്ററിന്റെ ഒരു ഫൈബർ ടാങ്ക് ആണ് വണ്ടിക്ക് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഈ ടാങ്കിൽ തന്നെ ഒരു USB ചാർജിംഗ് പോർട്ട് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ സൈഡിലേക്ക് ഇറങ്ങി ടാങ്കിൽ 2 വിങ്സ് പോലെ കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് TVSന്റെ ചാടുന്ന കുതിര ഗ്ലോസി ഫിനിഷിൽ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെറിയൊരു ക്രാഷ് ഗാർഡ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അതിൽ TVSന്റെ എഞ്ചിന്റെ ബാഡ്ജിങ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ റൈഡറിന് എഴുതിയേക്കുന്ന ഒരു ലോഗോ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല സ്പോർട്ടി ആയിട്ടുള്ള സ്ട്രൈറ്റ് രീതിയിലുള്ള ഒരു സൈലൻസർ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതിലൊരു വൈറ്റ് ഫിനിഷും കാര്യങ്ങളും വരുന്നത്. പിന്നെ ഫുഡ് റെസ്റ്റ് കാര്യങ്ങൾ, ലിവേഴ്സ്, പിന്നെ പ്രൊട്ടക്ഷൻ നമുക്കെല്ലാം ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇനി വണ്ടിയുടെ ബാക്ക് സൈഡിലേക്ക് എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്ട്രോങ് ആൻഡ് സ്റ്റഡി ബിൽഡ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ നമ്മുടെ ടെയിൽ ലാമ്പ് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സീറ്റ് തുറക്കാനുള്ള കീ ഹോൾ ഇവിടെയാണ്. പിന്നെ നമുക്ക് നമ്പർ പ്ലേറ്റിന്റെ ലൈറ്റ്, പിന്നെ നമ്മുടെ ഇൻഡിക്കേറ്ററിന്റെ ലൈറ്റ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നമ്പർ പ്ലേറ്റ്, അങ്ങനെ പിന്നെ ബാക്കിലോട്ടൊരു എക്സ്റ്റൻഷൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. ഇനി വണ്ടിയുടെ ബാക്കിലത്തെ സസ്പെൻഷനിലേക്ക് ഇറങ്ങാൻ 7 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ മോണോസ്റ്റോക്ക് സസ്പെൻഷൻ ആണ് ബാക്കി കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ടയറിന്റെ സൈസ് എന്ന് വെച്ചാൽ 100, 90, 17 ട്യൂബ്ലെസ് ടയേഴ്സ് തന്നെയാണ് ബാക്കിലും കൊടുക്കുന്നത്. TVSന്റെ തന്നെ ഓൺ ടയേഴ്സ് ആണ്. പിന്നെ ബാക്കിൽ വരുന്ന ഡ്രം ബ്രേക്ക് 130 mm ഡ്രം ബ്രേക്ക് ആണ് കൊടുത്തേക്കുന്നത്. വിത്ത് കോംബി ബ്രേക്കിംഗ് സിസ്റ്റം ആണ് വണ്ടിക്ക് കൊടുത്തേക്കുന്നത്. പിന്നെ ചെയിൻ നമുക്ക് ഓപ്പൺ ചെയിൻ ആണ് വണ്ടിക്ക് കൊടുത്തേക്കുന്നത്. ഇനി ഈ സൈഡിലേക്ക് വരികയാണെങ്കിൽ അത്യാവശ്യം നല്ല പ്രൊട്ടക്ഷൻ തരുന്ന ഒരു സാരി ഗാർഡും ഒരു ഫുഡ് റെസ്റ്റും നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ സീറ്റിംഗിലേക്ക് കിടക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വിത്ത് ആയിട്ടുള്ള സ്പ്ലിറ്റ് ആയിട്ടുള്ള സീറ്റാണ് കൊടുത്തേക്കുന്നത്. റൈഡറിനായാലും പില്ലിയനായാലും നല്ല കംഫോർട്ട് തരുന്ന, നല്ല വിത്തായിട്ട് നല്ല പിടിച്ചിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സീറ്റാണ് വണ്ടിക്ക് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് സ്വിച്ചസിന്റെ വിശേഷങ്ങളിലേക്ക് എടുക്കുകയാണെങ്കിൽ നമുക്കൊരു പാസ് സ്വിച്ച് കാണാൻ പറ്റുന്നുണ്ട്, ഡിം ബ്രൈറ്റ് കാണാൻ പറ്റുന്നുണ്ട്, ഇൻഫോയും വോയിസ് അസിസ്റ്റൻസിനെ വേക്കപ്പ് ചെയ്യുന്ന സ്വിച്ച് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇൻഡിക്കേറ്ററിന്റെ സ്വിച്ച്, ഹോണ്, പിന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് വേണമെങ്കിൽ നമുക്ക് മെനു കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇക്കോ പവർ മോഡിലേക്ക് സ്വിച്ച് ചെയ്യാനുള്ള സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ ഇഗ്നിഷൻ വരുന്നുണ്ട്. ഈ ഇഗ്നിഷൻ സൈലന്റ് ഇഗ്നിഷൻ ആണ് ഈ വണ്ടിക്ക് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് വണ്ടിയുടെ മീറ്ററിന്റെ വിശേഷങ്ങളിലേക്ക് ഇറങ്ങണമെങ്കിൽ ഇതൊരു TFT മീറ്റർ ആണ് വരുന്നത്. ഇത് ബ്ലൂടൂത്ത് കണക്റ്റഡ് മീറ്റർ ആണ്, സ്മാർട്ട് എക്സ് കണക്റ്റഡ് സപ്പോർട്ടാണ്. ഓണായി വരുമ്പോൾ തന്നെ ഭയങ്കര ഗ്രാഫിക്സ് കാര്യങ്ങൾ, പഴയ കാലത്തെ ഗെയിമൊക്കെ ഓണായി വരുന്ന രീതിയിലുള്ള ഗ്രാഫിക്സ് ആണ്. അവിടെ നമുക്ക് ഹെൽമെറ്റിന്റെ ഒരു വാണിംഗ് കാണാൻ പറ്റുന്നത്, സൈഡ് സ്റ്റാൻഡ് വാണിംഗ് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇപ്പം വണ്ടി ഇക്കോയിലാണ്. നമ്മൾ ഈ സ്വിച്ച് ഞെക്കുമ്പോഴത്തേക്കും വണ്ടി പവർ മോഡിലോട്ട് മാറും, അന്നേരം ഗ്രാഫിക്സ് തന്നെ മാറും. പിന്നെ ഇതിന്റെ വെതറിനനുസരിച്ചൊക്കെ ഇതിന്റെ ഗ്രാഫിക്സ് ചേഞ്ച് ചെയ്യുന്നതാണ് നമുക്ക് ഷോറൂമിൽ നിന്ന് അറിയാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ ഇവിടുത്തെ സ്വിച്ച് ഞെക്കുന്നതനുസരിച്ച് ഇപ്പം ബ്ലൂടൂത്ത് പേഡ് അല്ല എന്ന് കാണിക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ ആവറേജ് മൈലേജ് കാണിക്കുന്നുണ്ട്. ഒന്നുകൂടെ നമ്മൾ ട്രിപ്പ് A വരുന്നുണ്ട്, പിന്നെ ട്രിപ്പ് B വരുന്നുണ്ട്, റേഞ്ച് വരുന്നുണ്ട്, പിന്നെ ആവറേജ് മൈലേജ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ട്രിപ്പ് Aയിലോട്ട് വരുന്നത്. പിന്നെ നമുക്കിവിടെ ആവറേജ് സ്പീഡ് കാണാൻ പറ്റുന്നുണ്ട്, ഓഡോമീറ്റർ കാണാൻ പറ്റുന്നുണ്ട്, പിന്നെ വണ്ടിയുടെ RPM മീറ്റർ കാണാൻ പറ്റുന്നുണ്ട്, പിന്നെ വണ്ടിയുടെ സ്പീഡോമീറ്റർ കാണാൻ പറ്റുന്നുണ്ട്, ഫ്യൂവൽ കാണാൻ പറ്റുന്നുണ്ട്. ഇത്രയാണ് വണ്ടിയുടെ മീറ്ററുള്ളത്. പിന്നെ നമുക്കിവിടെ FIയുടെ വാണിംഗ് കാണാൻ പറ്റുന്നുണ്ട്, സ്കീയുടെ വാണിംഗ് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫ്യൂവലിൻ്റെ വാണിംഗ് ആയിട്ടാണ്, സൈഡ് സ്റ്റാൻഡ് കാണാൻ പറ്റും. അങ്ങനെ ബേസിക് ഇൻഫർമേഷൻ എല്ലാം ഈ വണ്ടിയിൽ സപ്പോർട്ട്. പിന്നെ നമുക്കിത് TVSന്റെ സ്മാർട്ട് എക്സ് കണക്ട് ആപ്പുമായിട്ട് പെയർ ചെയ്ത് നമുക്കിതെല്ലാം നമ്മുടെ ഫോണിലും കാണാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഒരു മീറ്ററാണ് വണ്ടിക്ക് ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇനി വണ്ടിയുടെ എഞ്ചിന്റെ സൈഡിലേക്ക് എടുക്കുകയാണെങ്കിൽ ഒരു 124.8 cc എയർ ആൻഡ് ഓയിൽ കൂൾഡ് ഫ്യൂൽ ഇഞ്ചക്ഷൻ എഞ്ചിനാണ് വരുന്നത്. ഇതിന്റെ മാക്സിമം പവർ ഫിഗേഴ്സ് വെച്ചാൽ 11.32 PS പവർ അറ്റ് 7500 RPM. അതുപോലെ തന്നെ 11.2 Nm ടോർക്ക് അറ്റ് 6000 RPM ആണ് ഈ വണ്ടിക്ക് മാക്സിമം ഉത്പാദിപ്പിക്കേണ്ടത് പവർ ഫിഗേഴ്സ്. പിന്നെ ഇതിന്റെ മൈലേജ് എന്ന് പറഞ്ഞാൽ കമ്പനി അവകാശിപ്പിക്കുന്ന 70+ ആണ്. പക്ഷേ ഞാൻ ഇത് യൂസ് ചെയ്തവരോടൊക്കെ ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ പോലും ഒരു ആവറേജ് ഒരു 60 to 65 എന്നാലും സിറ്റിയിൽ ഈ വണ്ടിക്ക് കിട്ടുന്നുണ്ടെന്നാണ് എനിക്കറിയാൻ പറ്റിയേക്കുന്നത്. ഇനി നിങ്ങളോട് എനിക്ക് ഇതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ട്. എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ഈ വണ്ടിയുണ്ട്. അദ്ദേഹം 2 കൊല്ലം കൊണ്ട് ഏകദേശം 1 ലക്ഷം കിലോമീറ്ററോളം ഈ വണ്ടി ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളും ഇതിൻ്റെ വേറെ മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം ഇനി നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അദ്ദേഹത്തിന് നേരത്തെ ഇരുന്ന ഒരു പ്ലാറ്റിനയാണ്. അദ്ദേഹം അതിൽ നിന്നാണ് ഈ വണ്ടിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്ത്. അപ്പം തന്നെ അദ്ദേഹത്തിന് ഒരു വ്യത്യാസം വന്നു വെച്ചാൽ അദ്ദേഹത്തിന്റെ ബാക്ക് പെയിൻ കാര്യങ്ങളിൽ ഒരു നല്ല വ്യത്യാസം വന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം അതിന് എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ മോണോഷോക്ക് സസ്പെൻഷൻ ആണ് വരുന്നത്. അത് അദ്ദേഹത്തിന്റെ ബാക്ക് പെയിൻ കാര്യങ്ങൾ ഒരു പരിധി വരെ കുറയ്ക്കാൻ സാധിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ അത്യാവശ്യം നല്ല വെൽ കുഷന്റെ സീറ്റ് കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ റൈഡിങ് കംഫോർട്ടിനെ ഇമ്പ്രൂവ് ചെയ്തതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ സ്പെയർ പാർട്സിന്റെ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കിയത് ഫ്രണ്ടിലത്തെ ബ്രേക്ക് പാഡിന് ഏകദേശം ഒരു 700 rupees വരുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏകദേശം അദ്ദേഹത്തിനൊരു
10,000 കിലോമീറ്ററിലാണ് അദ്ദേഹം ചേഞ്ച് ചെയ്തുകൊണ്ടത്. ബാക്കിലത്തെയും ഏകദേശം അതേ റേറ്റ് തന്നെ വരുമെന്നാണ് പറയുന്നത്. അദ്ദേഹം ഒരു 2 മന്ത്സിന് കൂടുമ്പാണ് ചേഞ്ച് ചെയ്തുകൊണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ ടയർ ലൈഫ് എന്ന് വെച്ചാൽ ബാക്കിലത്തെ ടയർ ലൈഫ് അദ്ദേഹത്തിന് ഒരു 30,000 കിലോമീറ്ററോട് കിട്ടി, ഫ്രണ്ടിലത്തെ ഒരു 40,000 കിലോമീറ്റർ കിട്ടിയെന്നാണ് അദ്ദേഹത്തിൻ്റെ എന്ന് എനിക്ക് മനസ്സിലായത്. പിന്നെ ഓയിൽ ചേഞ്ച് കാര്യങ്ങൾ സർവീസ് കോസ്റ്റ് എല്ലാം ഏകദേശം ഒരു 1,000 രൂപ 1,200 രൂപയ്ക്കകത്ത് നിൽക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ എന്ന് മനസ്സിലായത്. ചെയിൻ ലൈഫിനെ പറ്റി അദ്ദേഹം പറഞ്ഞത് വെച്ചാൽ ഏകദേശം ഒരു 20,000 കിലോമീറ്റർ ചെയിൻ ലൈഫ് കിട്ടിയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ഇതൊരു ഓപ്പൺ ചെയിനാണ്. അദ്ദേഹം എല്ലാ 500 കിലോമീറ്റേഴ്സ് കൂടുമ്പോഴും ചെയിൻ ലൂബ് ചെയ്തിട്ട് പോലും ഒരു 20,000 കിലോമീറ്റർ അദ്ദേഹത്തിന് കിട്ടിയുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ മൈലേജിനെ പറ്റി ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞായിരുന്നു, ഒരു 60 to 65 എന്തായാലും സിറ്റിയിൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് മനസ്സിലായത്. കാരണം അദ്ദേഹം കോട്ടയത്തെ സിഗ്ഗി ഓടുന്ന ഒരാളാണ്. എന്നിട്ട് പോലും അദ്ദേഹം ഈ ബ്ലോക്കിൽ കൂടെ എല്ലാം ഓടിച്ചിട്ട് പോലും അദ്ദേഹത്തിന് ഒരു ആവറേജ് 65 മൈലേജ് സിറ്റി കിട്ടുന്നുണ്ടെന്നാണ് എനിക്ക് അദ്ദേഹം എന്നോട് പറഞ്ഞത്. പിന്നെ ഈ വണ്ടിക്ക് മേജറായിട്ട് അങ്ങനെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അങ്ങനെ കാര്യമായിട്ടുള്ള ഒരു റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് ഈ 2 കൊല്ലത്തിനകത്ത് ഈ വണ്ടി എന്ന് പറഞ്ഞില്ല. പിന്നെ TVSന്റെ സർവീസിനെ പറ്റി പറയുകയാണെങ്കിൽ കോട്ടയത്ത് അത്യാവശ്യം നല്ല സർവീസ് തന്നെയാണ്. ഇപ്പം ഞാനാണെങ്കിൽ പോലും എൻ്റെ അപ്പാച്ചി ഉണ്ടായിരുന്ന കാലത്ത്, റോൺ ഉണ്ടായിരുന്ന കാലത്തും എല്ലാം TVS തന്നെയാണ് സർവീസ് ചെയ്ത് അത്യാവശ്യം നല്ലൊരു സപ്പോർട്ട് തരുന്ന സർവീസ് നെറ്റ്വർക്ക് തന്നെയാണ് TVSൻ്റേത്. ആ ഒരു കാര്യത്തിൽ എന്തായാലും നിങ്ങൾ വറി ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ അത്യാവശ്യം നിങ്ങളൊരു ജോലിക്ക് പോകുന്ന ഒരാളാണെങ്കിൽ, ഒരു 100 കിലോമീറ്റർ ഒക്കെ ഓടുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു കംഫോർട്ടും റൈഡിങ് ഫീലും തരുന്ന ഒരു വണ്ടി തന്നെയാണ്. അത്യാവശ്യം പവറും പെർഫോമൻസും എല്ലാം തരുന്ന ഒരു വണ്ടി തന്നെയാണ് ഇത്. നിങ്ങൾക്ക് അതെന്തായാലും വിശ്വസിച്ചെടുക്കാവുന്നതാണ്. കാരണം ഇത് ഞാൻ ഒരു യൂസറിൻ്റെ സൈഡിൽ നിന്ന് അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഈ വണ്ടിയിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിന് സൈഡ് സ്റ്റാൻഡ് വാണിംഗും വരുന്നുണ്ട്, സൈഡ് സ്റ്റാൻഡ് കട്ട് ഓഫും വരുന്നുണ്ട്. വണ്ടി ന്യൂട്രൽ ഇട്ടാൽ മാത്രമേ നിങ്ങൾക്ക് സൈഡ് സ്റ്റാൻഡ് വെച്ച് വണ്ടി എടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന് സൈലൻസ് സ്റ്റാർട്ടാണ് വരുന്നത്. നമുക്കിനി ഈ വണ്ടിയുടെ സൈലൻസിൻ്റെ സൗണ്ട് എങ്ങനെയൊന്നും കേട്ട് നോക്കാം. അത്യാവശ്യം നല്ലൊരു ഫീല് തരുന്ന, നല്ല സൗണ്ട് തരുന്ന ഒരു സൈലൻസറാണ് TVS ഈ വണ്ടിക്കും കൊടുത്തേക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് ഈ വണ്ടിയെ പറ്റി പറയാനുള്ളത്. മറ്റൊരു വീഡിയോയിൽ കാണാമെന്ന് വെച്ചുകൊണ്ട് ഇറ്റ്സ് മീ ബിബിൻ സൈനിങ് ഔട്ട്. താങ്ക് യു.